ഹായ് അസ്സലാമു അലൈക്കും. ഇത് കണ്ടിട്ട് മനസ്സിലായോ? അതന്നെ നമ്മുടെ ചൗ. ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ ചൗവിൻ്റെ ഗുണങ്ങൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഇതൊന്ന് എന്നിട്ട് ട്രൈ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചൗവിൻ്റെ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അത്രക്കും ഗുണങ്ങളുള്ള ഒരു നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു ഫ്രൂട്ടിലും അതുപോലെ വെജിറ്റബിളിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ ഒരു ചൗ. ചൗ എന്നുള്ള പേര് വന്നിട്ടുള്ളത് തമിഴ് വേഷയിൽ നിന്നാണ്. തമിഴ് ആൾക്കാർ പറയുന്ന ഒരു പേരാണ് ചൗ എന്ന്, ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര്. അപ്പം നമ്മളും അത് തന്നെയാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ നന്നായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇത് ഹാർട്ടിന് അസുഖമുള്ളവർക്കും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടുന്നതിന്, അതുപോലെ തൈറോയിഡിന്, അങ്ങനത്തെ എല്ലാ ബ്രെയിന് ഡെവലപ്പ് ചെയ്യാനും ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതിൽ. വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും വിറ്റാമിൻ B6 അതുപോലെ വിറ്റാമിൻ കെയും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. വിറ്റാമിൻ സി ഉണ്ടായതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി നന്നായിട്ട് കൂട്ടാൻ വലിയവർക്കായാലും കുട്ടികൾക്കായാലും വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് നമുക്കിതുപോലെ ഇതിൻ്റെ തൊലിഭാഗം ചെറിയതായിട്ടൊരു പൊഷനുള്ളൂ. തൊലിഭാഗമായിട്ട് വേണമെങ്കിൽ തൊലി ചെത്താം, ഇല്ലാതെ തൊലി ചെത്താതെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് മേടിച്ചിട്ട് 2 ദിവസമൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊലി ഒന്ന് ചെത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലി ചെത്താതെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ശരിക്കും ഒരു നമ്മൾ പച്ചക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓമക്കായല്ലേ, പപ്പരൻ്റെ അതേ ഒരു ടേസ്റ്റാണ് വരിക. പിന്നെ അതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാങ്ങയുടെ ഒക്കെ ഒരു ലുക്ക് തോന്നും മുറിച്ച് വെക്കുമ്പോഴൊക്കെ. അതുപോലെ തന്നെയാണ്. വേറെ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു പുളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പച്ച ഒരു ഓമക്കായല്ലേ, അത് കഴിക്കുന്നവർ പോലെ തന്നെ ഉണ്ടാകും. ഇനി നമുക്കതെങ്ങനെ പാകം ചെയ്യാൻ നോക്കാം. ഒരു പാനിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് നടുവ് കീറിങ്ങാണ്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ആണെങ്കിൽ നല്ലതാണ്, ഹെൽത്തിയാണ്. ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പൊടിയോളം എടുത്തിട്ട് അരിഞ്ഞാൽ മതി. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു സവാള എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന തരത്തിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാനാണ് ഉപ്പിടാണത്. ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഹെൽത്തി. അതുപോലെ പല അസുഖങ്ങളിൽ നിന്നും നമ്മളെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനും കല്ലുപ്പിന് കഴിയും. ഈ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ മെയിനായിട്ട് കല്ലുപ്പ് തന്നെ നമ്മളെ ലൈഫ് ലോങ് നമ്മൾ എടുക്കുക. ഈ പൊടിയുപ്പിൽ തൈറോയ്ഡ് കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചെറിയൊരു 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ വേറെ പൊടികളൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ മുളക് പൊടിയോ ഇടാവുന്നതാണ്. ഏറ്റവും നല്ലത് നമുക്ക് മഞ്ഞളൊക്കെ മാത്രം ഇട്ടിട്ടുണ്ടാക്കണത്, പച്ചമുളക് ചേർത്താലും മതി. ഇനി നമ്മളിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഈ ചൗ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചൗവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ എല്ലാ കടയിലും ഈ ചൗ അവൈലബിൾ ആണ്. പണ്ടൊന്നും കിട്ടൂല, ഇപ്പോൾ നന്നായിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഒരൊട്ടൊക്കെ കഴിച്ചിട്ടുള്ളായിരുന്നു ഇത്, പണ്ട് കുറേ മുന്നേ ആലപ്പുഴയിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഇത് എല്ലാ കടയിലും കിട്ടാവുന്നതാണ്. എല്ലാവരും ഇതിപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. നമുക്ക് സാലഡ് ആയിട്ടും ആയാലും അതുപോലെ എല്ലാ വിധത്തിലും നമുക്ക് കറിയിലിടാനായാലും എന്തിനാണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഉപകാരപ്രദമാണ്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമ്മൾ ഓമക്കായൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ, അതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഇതിൽ തന്നെ കിടന്നിട്ട് അത് വെന്ത് കിട്ടും. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഒരു ചെറിയ 1 സ്പൂണ് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നടുവൊന്നും ഇതേപോലെ കുഴിച്ചിട്ട് നമുക്ക് തേങ്ങ അതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയിട്ടുണ്ട്.
ആ ചിരകിയ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ആ തേങ്ങ ഒന്ന് പച്ച ചൊയ ഒന്ന് മാറി കിട്ടാൻ എന്താ പറയുക, നമ്മൾ തേങ്ങ ചേർത്തിട്ട് അതിനോടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നാക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. ഇതൊരു ലോ കലോറി വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഡയറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ഐറ്റം തന്നെയാണ് ഇത്. ഫ്രൂട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണിത്. പിന്നെ അതേപോലെ മിനറൽസും അതുപോലെ കാൽഷ്യവും ഫോസ്ഫറസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തേങ്ങയും അതുപോലെ ഈ ചൗചവും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചാൽ തന്നെ മതി. നമുക്കത് തേങ്ങക്കൊന്ന് സെറ്റായി റെഡിയായി വരാൻ. ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ളത് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, അതുപോലെ ഹെൽത്തി ആയിരിക്കാനും എനർജറ്റിക് ആയിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഫ്രൂട്ടാണ് ഇത്. അതെല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത് ഡെയിലി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് പാകം ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സാലഡ് രൂപത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബ്രെയിൻ വളർച്ചയ്ക്കും അതുപോലെ ഹെൽത്തി ആയിരിക്കാനും അവരെ ബോണ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കാനും ഒക്കത്തിനും നല്ലൊരു എനർജി ആയിട്ടിരിക്കാനും ഒക്കെ നല്ലൊരു മരുന്നെന്ന് പറയാം. നല്ലൊരു ഔഷധ ഗുണങ്ങളൊക്കെ ഏറെയുള്ള ഒരു അടിപൊളി. പിന്നെ ഇത് ഒരു ആൻറ്റി ഇൻഫ്ലാമേറ്ററി പ്രോപ്പർട്ടിയും കൂടി ആയതുകൊണ്ട് വീക്കങ്ങൾ അങ്ങനത്തത് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. വേദനകളൊക്കെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഹെൽത്തായിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും ഈ ചൗ മേടിക്കുക, കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക. അതുപോലെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.